ഈ ഒരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അൺബോക്സിംഗ് ആണ്. സാധനം എന്താണെന്ന് വെച്ചാൽ ഇയർബഡാണ്. ഇയർബഡ് സാധനം ഇതൊരു പ്രത്യേക തരം ഇയർബഡാണ്. ഞാനതിപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് ബാക്കി പറഞ്ഞുതരാം. ഗൈസ്, ഇതാണ് സാധനം. സ്പോഞ്ച് എന്തിനൊരു സ്പോഞ്ച്. ഇതിനകത്ത് പിന്നെ എപ്പോഴത്തെയും പോലെ ചാർജർ ആയിരിക്കും, നല്ല ചാർജർ, ടൈപ്പ് സി ചാർജർ. ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം. പ്രോഡക്റ്റ്. വാവ് ഗൈസ്, ഇതാണ് സാധനം. ഇത് രണ്ടും. പിന്നെ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചാർജ് ചെയ്ത് കാണിക്കും കേട്ടോ, ചാർജിങ് പെർസെൻറ്റേജ്. പിന്നെ ഇതിലുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടെണ്ണമല്ല, രണ്ടെണ്ണം മാത്രമല്ല, 4 എണ്ണം ഉണ്ട് ഗൈസ്. 4 എണ്ണം. ഇവിടെ 2 എണ്ണം ഉണ്ട്. അതും ഇതേപോലത്തെ തന്നെ സെയിം സാധനം. ടോട്ടൽ ഇത് ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് 2 പേർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. മറ്റേ 4 ഇയർബഡ് ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ ആ സാധനം. കാതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. നാലെണ്ണം ഉണ്ടെങ്കിലും സെയിം ചാർജ് ചെയ്യുമ്പോൾ അടുത്തെടുക്കാം. ഇതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് പറയാൻ, ഈ കമ്പനി ഏതെന്ന് ചോദിച്ചാൽ ACWO വരെ ഫയർ അൾട്രയാണ്. ഫയർ അൾട്രയുടെ ഇയർബഡ്സ് ആണ്. 75 hours മ്യൂസിക് പ്ലേ ടൈം ഉണ്ട്. അഡ്വാൻസ്ഡ് ANC ഉണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് ENC മൈക്സ് ഉണ്ട് ഗൈസ്. 2x2 2 മൈക്ക് വെച്ചുണ്ട് എല്ലാത്തിലും. അഡ്വാൻസ്ഡ് ANC അപ് ടു 32 dB ആണ്. പിന്നെ ഇവരെ ക്യാപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ യുവർ ഗെയിം യുവർ വേ. ഗെയിമിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് ഇറക്കിയാണ് കേട്ടോ. കാരണം ചാർജ് തീരുമ്പോൾ അടുത്ത ഇയർബഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഈ വീഡിയോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.